വിഴിഞ്ഞം തീരപ്രദേശങ്ങളിൽ കുടിവെള്ള പ്രതിസന്ധി തുടരുന്നു. ജലവിതരണം മുടങ്ങിയതോടെ വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഒരു കുടം വെള്ളത്തിന് 5 മുതൽ 10 രൂപ വരെയാണ് ഈടാക്കുന്നത്. കോട്ടപ്പുറത്ത് നിന്ന് അഞ്ജന അനിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തീരപ്രദേശമായ കോട്ടപ്പുറത്താണ്. വിഴിഞ്ഞം തീരപ്രദേശങ്ങളിൽ നിന്നും ഇപ്പോഴും കുടിവെള്ള പ്രതിസന്ധി ഒഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കുടം നിറയെ വെള്ളം ഇവർ മേടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു കുടം വെള്ളത്തിന് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 5 കുടങ്ങളോളം ഒരു വീട്ടിലേക്ക് ഒരു ദിവസം ആവശ്യം വരും. ചേച്ചി, എന്തെങ്കിലും പരിഹാരമായോ ഇവിടെ കുടിവെള്ള പ്രശ്നത്തിന്? പൈപ്പിൽ വന്നത് കട്ട കലങ്ങലുള്ള വെള്ളം, അത് ഭയങ്കര സ്മെല്ലും ഉണ്ട്. ആ വെള്ളം തന്നെ ഒരു പ്രതികരണമൊന്നും ഇല്ല. ഒന്നും മറുപടി ഒന്നും ആരും പറയണില്ലല്ലോ ഞങ്ങളുടെ അടുത്ത്. ഞങ്ങൾ ആരെന്ന് പറയാൻ. അപ്പൊ 50 രൂപയോളം ഒരു ദിവസം കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയാണ്. വിഴിഞ്ഞം തീരപ്രദേശമാണ് ഇവിടെയുള്ളത്. സാധാരണക്കാരാണ്. എന്നും ഇങ്ങനെ കുടിവെള്ളം വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പ്രശ്നം ഇവർ അധികൃതരെ അറിയിച്ചു, MLA അറിയിച്ചിട്ടു യാതൊരുവിധ നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കിവിടെയുള്ള മറ്റുള്ളവരോടും എന്താണ് അവർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ചോദിക്കാം. പൈപ്പ് വെള്ളം ഒരാഴ്ചയിൽ 2 പ്രാവശ്യം വരും. അത് വന്നാൽ നമ്മൾ പുറച്ചെലവിനും കുളിക്കാനും തുണി അലക്കാനും അതേ ചെയ്യും. നമ്മൾ കുടിക്കാൻ ഒന്നും പറ്റത്തില്ല ആ വെള്ളം. ഈ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊക്കെ എന്താ എല്ലാവരും പറയുന്നത്? എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കേട്ടില്ലേ, 35 വർഷമായി ഈ വിഴിഞ്ഞത്തിൽ കുടിവെള്ളം വില കൊടുത്ത് വാങ്ങിയിട്ട് ഇതുവരെയും ഒരു സർക്കാരിനെയും കൊണ്ട് കഴിയില്ല, ഒരു മുമ്പർമാരെ കൊണ്ടും കഴിയുന്നില്ല. വോട്ട് വരുമ്പോൾ എല്ലാവരും വന്ന് നിരനീക്കും. ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഇതാണ്: ആരോട് പറഞ്ഞിട്ടും ഒരു പരിഹാരവുമായിട്ടില്ല. എന്നും വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ടി വരുന്നു. എത്ര കാലം ഇങ്ങനെ പോകാൻ കഴിയുമെന്ന് അവർക്കും അറിയില്ല എന്നാണ് വിഴിഞ്ഞം പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.